നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് മന്ത്രി വീണ ജോർജ് വിവരിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എങ്ങനെയുണ്ട് ഇപ്പൊ ആരോഗ്യം? ആ കഴുത്തിന് വേദനയുണ്ട്. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട, ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ആ ഒരു ഡിസിനസും തലകറക്കവും ഉണ്ട്. അപ്പൊ അത് കോളർ ഇപ്പൊ കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. ഒരുപാട് വിമർശനങ്ങൾ വന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് മുതൽ മന്ത്രി നല്ല അഭിനേത്രിയാണ്, മോണാക്ടിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അഭിനയമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വാസ്തവത്തില് ഇത് അന്ന് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവര് മുന്നിലേക്ക് ചാടി വരുന്നത്. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. അപ്പൊ രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ, ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് തള്ളി മലത്താണല്ലോ. എന്താണ് പറയുന്നത്? ഈ സമരക്കാരോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ CCTV ഉണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്നും KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതായ ഒരു ദൃശ്യമില്ല. എന്താ ഉറക്കം വരുന്നു. അപ്പൊ ഈ ഒരു സംഭവത്തെ വല്ലാതെ ഓവർപ്ലേ ചെയ്തു എന്നൊരു സംശയം അങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാവും. ഞാൻ KSUന്റെ അടുത്തേക്ക് പോയതാണ്. പൊന്നോ ഒടുക്കത്ത അഭിനയം. ഞാൻ ഒരു ആക്രമണത്തിന് ഏതെങ്കിലും ഒരാളിന്റെ അടുത്തേക്ക് പോയതാണോ? അല്ലല്ലോ. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ? ഇത് വളരെ ക്ലിയർ ഇന്റൻഷനോട് കൂടി എന്നെ ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷനോടും ആക്രമിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് വന്നത്. കഴുത്തിൽ അടിയേറ്റതുപോലെയുള്ള അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. എനിക്ക് കഴുത്തിലുണ്ട്, കൈകളിലുണ്ട്. എന്റെ കയ്യില്, കഴുത്തില് ഒക്കെ ഉണ്ടായിട്ട്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ആശുപത്രി ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം കത്രിക കട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് പത്രത്തിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഒരു ചിത്രത്തിൽ ഉൾപ്പെടെ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് കാണിച്ച ആ പരിക്കുണ്ട്. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. വീഡിയോ തെളിവുകളില്ല, ഫിസിക്കൽ അസോൾട്ടിന് വീഡിയോ തെളിവുകളില്ല, CCTV ദൃശ്യങ്ങളില്ല. അടുത്തെത്തി എന്നുള്ളത് ഓക്കെ, അതിനപ്പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് ഉയർത്തി വീശുവോ? വെറുതെ കിടന്ന് ഉരുളാദാശനെ. അന്നേരം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥ ഷർട്ട് ഊരിയിട്ട് ഉയർത്തി വീശുവാണോ ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. കൊച്ചുകുട്ടിയല്ലേ, ക്വൈറ്റ് നാച്ചുറൽ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.